തീർച്ചയായിട്ടും. അപ്പോൾ അവിടെ നിന്ന് തുടങ്ങി ഇന്ന് മിക്കവാറും എല്ലായിടത്തും രണ്ടുപേരും ഓടി നടന്നു. എന്തൊക്കെ കണ്ടു ഇന്ന് ഞാൻ പെരിയാറിലായിരുന്നു, 2ാം വേദിയിലായിരുന്നു. സാധാരണ സുജയ ഈ കലോത്സവം എന്ന് പറയുന്നത് കുട്ടികൾക്കുള്ളതെന്നുള്ളതാണ്. പക്ഷേ അവിടെ തീർത്തും ആ കാഴ്ച ഞെട്ടിപ്പിച്ചു. കഴിഞ്ഞ 27 വർഷമായിട്ട് കലോത്സവത്തിൽ മുടങ്ങാതെ എത്തുന്ന അനന്തു സുധീഷ് കോട്ടയം വൈക്കം സ്വദേശിയാണ്. അദ്ദേഹം ഒരു കൂലിപ്പണിക്കാരനാണെന്നുള്ളതാണ് അതിൽ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കുട്ടികളെ കലോത്സവം എന്നാണ് മന്ത്രി ശിവൻകുട്ടി എടുത്തു പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇങ്ങനെയുള്ള രക്ഷകർത്താക്കൾക്കപ്പുറം മുടങ്ങാതെ അദ്ദേഹം ക്ലാസിക്കൽ കലകൾ കാണുന്ന ഒരു വ്യക്തി കൂടിയാണെന്നുള്ളതാണ് എടുത്തു സൂചിപ്പിക്കേണ്ടത്. +2 ഫെയിലായിട്ടുള്ള ഒരു മനുഷ്യനാണ്. പക്ഷേ ഞാൻ അത്ഭുതപ്പെടുന്നത് കാരണം ഈ ക്ലാസിക്കൽ മോഹിനിയാട്ടവും ഭരതനാട്യവും ഒക്കെ എങ്ങനെയാണ് അദ്ദേഹം മനസ്സിലാക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്നത് 3000-ൽ പരം മോഹിനിയാട്ടം അദ്ദേഹം കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ്. വേറൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇൻ്റലിജൻസ് അദ്ദേഹത്തെ പ്രേക്ഷകൻ എന്ന നിലയിൽ പലപ്പോഴും ജഡ്ജായിട്ട് വരുത്തിയിട്ടുണ്ട്. നമ്മുടെ അശ്വിനാണെങ്കിൽ 45 വർഷമായി കലോത്സവത്തിൽ സ്ഥിര സാന്നിധ്യമായ മനക്കണ്ണിലൂടെ കലയെ ആസ്വദിക്കുന്ന ഒരു അധ്യാപകനെ പരിചയപ്പെട്ടു അല്ലേ? ഞാൻ ആദ്യമായിട്ടാണ് കലോത്സവം റിപ്പോർട്ടിങ്ങിന് വേണ്ടി ഇറങ്ങുന്നത്. മുമ്പ് ഡെസ്കിലേക്ക് ആയിരുന്നപ്പോൾ കണ്ടിട്ടുണ്ടെന്നല്ലാതെ ഇങ്ങനെ ഇറങ്ങിയിട്ടില്ല. ഇവിടെ ഇറങ്ങി ഇവിടെ ആളുകളെയൊക്കെ കണ്ടു, കുട്ടികളെയൊക്കെ കണ്ടു. അപ്പോഴാണ് ഇങ്ങനെയുള്ള മനുഷ്യരെയും കൂടെ നമ്മൾ കാണുന്നത്. ഇപ്പോൾ ഞാൻ ആ ചേട്ടനോട് പറഞ്ഞ പോലെ തന്നെ, ആ സാറിനോട് പറഞ്ഞ പോലെ തന്നെ, മനസ്സുണ്ടെങ്കിൽ കലാകാരൻ എന്തും കാണാൻ കഴിയും എന്നുള്ളതാണ്. അദ്ദേഹം കഴിഞ്ഞ 45 വർഷമായി എല്ലാ യൂത്ത് ഫെസ്റ്റിവലിലും കല എവിടെയുണ്ടോ അദ്ദേഹവും ഉണ്ട്. അദ്ദേഹത്തിന് കാഴ്ച പരിമിതിയുണ്ട്. അദ്ദേഹം എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടായിരിക്കും റിപ്പോർട്ട് കണ്ടിട്ട് വരാം. അതെ. സുഗണൻ സാറിനെ അശ്വിൻ കണ്ടു, നമുക്ക് ഒന്ന് കാണാം. 40 വർഷത്തിലധികമായി കലോത്സവ വേദികളിലെ സ്ഥിര സാന്നിധ്യമാണ് കൊല്ലത്തു നിന്നുമുള്ള ഈ അധ്യാപകൻ. ഈ അധ്യാപകൻ്റെ പേര് സുഗുണൻ എന്നുള്ളതാണ്. അദ്ദേഹം കല ആസ്വദിക്കുന്നതിന് വേണ്ടി എവിടെയാണെങ്കിലും കലോത്സവത്തിന് എത്തും എന്നുള്ളതാണ്. ഇത്തവണയും പതിവ് തെറ്റിക്കാതെ ചേട്ടാ എത്തിയിരിക്കുകയാണ്. അതെ. എങ്ങനെയുണ്ട് നമ്മുടെ തിരുവനന്തപുരത്തെ കലോത്സവം? തിരുവനന്തപുരത്തെ കലോത്സവം ഏറ്റവും സന്തോഷത്തോടു കൂടിയാണ്, ഞാൻ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ഇവിടെ വന്നു ചേർന്നിട്ടുള്ളത്. പ്രത്യേകിച്ച് കഴിഞ്ഞ വർഷം കൊല്ലം ആശ്രാമം മൈതാനത്തിൽ നടന്ന കലോത്സവമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ആ പരിപാടികളെല്ലാം വളരെയധികം എല്ലാ ദിവസവും പോയി പരിപാടികളെല്ലാം ആസ്വദിച്ച് അതിൻ്റെ ആ ഒരു സന്തോഷം ഞാൻ അനുഭവിച്ചതാണ്. ആ സന്തോഷം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇപ്പോൾ ഞാനിവിടെ തിരുവനന്തപുരത്ത് വന്നിരിക്കുന്നത്. ഇന്ന് നമുക്കറിയാം ജനുവരി 4-ാം തീയതിയാണ് ലൂയി ബ്രെയിൽ എന്ന് പറയുന്ന മഹാനായ അദ്ദേഹത്തിൻ്റെ ജന്മദിനമാണ് ഇന്നേ ദിവസം. അപ്പോൾ നമ്മുടെ ഐക്യരാഷ്ട്രസഭ ഇന്ന് ബ്രെയിൽ ദിനമായിട്ട് ആഘോഷിക്കുന്ന ഒരു ദിവസം കൂടിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ലൂയി ബ്രെയിൽ, അദ്ദേഹം ബ്രെയിൽ എന്ന ആ ലിപി കണ്ടുപിടിച്ചത് കൊണ്ടാണ് എന്നെപ്പോലെ നിരവധി അല്ലെങ്കിൽ ആയിരക്കണക്കിന് കാഴ്ചപരിമിതരായിട്ടുള്ള ആളുകൾ ഈ വിദ്യാഭ്യാസ രംഗത്തേക്ക് കടന്നു വരികയും ഉന്നത വിദ്യാഭ്യാസം കരസ്ഥമാക്കുകയും ചെയ്തു. നിരവധി ആളുകൾക്ക് തന്നെ ജോലി നേടുവാനുമൊക്കെ സഹായകമായത് ഈ ലൂയി ബ്രെയിൽ എന്ന ലിപിയുടെ കണ്ടുപിടുത്തത്തോടു കൂടിയാണ്. ചേട്ടാ, ഇനി ചേട്ടൻ്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? കൊല്ലത്ത് എവിടെയാണ് വീട്? ഏത് സ്കൂളിലാണ് പഠിപ്പിക്കുന്നത്? എത്ര കാലമായി അധ്യാപകനായി ഇരിക്കുന്നു? ഞാൻ ജോലി ചെയ്യുന്നത് ധാരാളം നമ്മുടെ ONV കുറുപ്പ് സാറ്, അതുപോലെ B സാംബശിവൻ സാറ് ഉൾപ്പെടെയുള്ള കലാകാരന്മാരും മറ്റ് മഹാരഥന്മാരും ഒക്കെ പഠിച്ച വിദ്യാലയമായ കൊല്ലം ചവറ ശങ്കരമംഗലം ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഞാൻ പഠിപ്പിക്കുന്നത്. അവിടെ ഹൈസ്കൂൾ വിഭാഗത്തിൽ സോഷ്യൽ സയൻസ് അധ്യാപകനാണ്. എൻ്റെ വീട്ടിലെ ഞാനും എൻ്റെ ഭാര്യ ജയലക്ഷ്മി, അതുപോലെ എൻ്റെ മോൻ കൃഷ്ണപ്രസാദ്, ഞങ്ങൾ 3 പേരുമാണ് ഉള്ളത്. ചേട്ടാ, ഇതിപ്പം നമ്മുടെ 24-ലധികം വേദികളിലാണല്ലോ മത്സര ഇനങ്ങളൊക്കെ അരങ്ങേറുന്നത്. എങ്ങനെയാണ് പോയി വരുന്നതൊക്കെ? എങ്ങനെയാണ്? ബുദ്ധിമുട്ടുണ്ടോ? ആരെങ്കിലും സഹായിക്കാനായുണ്ടോ? ഞാനിന്ന് വീട്ടിൽ നിന്ന് വന്നത് തനിച്ചാണ്. ട്രെയിനിൽ തിരുവനന്തപുരത്ത് ഇറങ്ങിയതിന് ശേഷം അവിടെ നിന്ന് ബസ് കയറി ഇവിടെ സ്റ്റാച്യൂവിൽ ഇറങ്ങുകയായിരുന്നു. അവിടെ നിന്ന് പല ആളുകളുടെയും സഹായത്തോടു കൂടിയാണ് ഇവിടെ എത്തിച്ചേർന്നത്. ചേട്ടന് ഏത് കലയോടാണ് കൂടുതൽ താല്പര്യം? എനിക്കങ്ങനെ ഏതൊരു കലാരൂപത്തോടും അങ്ങനെ ഒരു വേർതിരിവില്ല. ഏത് കലാരൂപം ആസ്വദിക്കാൻ കിട്ടിയാലും അതിൻ്റേതായ അർത്ഥം മനസ്സിലാക്കി അത് ഉൾക്കൊണ്ടുകൊണ്ട് അത് പരമാവധി ആസ്വദിക്കുക എന്നതിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. എന്തായാലും കഴിഞ്ഞ 40 വർഷത്തിലധികമായി ഒരു കലോത്സവം പോലും മിസ് ചെയ്യാതെ എല്ലാ കലോത്സവങ്ങളിലും പങ്കെടുക്കുന്ന ഒരു സജീവ സാന്നിധ്യമാണ് ഇദ്ദേഹം. മനസ്സുണ്ടെങ്കിൽ കലയെ ആസ്വദിക്കാൻ കഴിയും എന്നുള്ള ചൊല്ലിന് ഒരു ഉത്തമ ഉദാഹരണം കൂടിയാണ്. പലവിധ പരിമിതികൾ ഉണ്ടെങ്കിലും അദ്ദേഹം അതൊക്കെ തരണം ചെയ്ത് തനിയെ കൊല്ലത്തു നിന്നും തിരുവനന്തപുരത്തെത്തി ഈ അനന്തപൂരത്തിൻ്റെ ഒരു ഭാഗമായി മാറുകയാണ്. വീഡിയോ ജേർണലിസ്റ്റ് ബിബിൻ ചെങ്കലിനൊപ്പം റിപ്പോർട്ടർ ആഷിൻ ഡിയേഗോ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.